സ്വാഗതം ശർമ്മജി. നമസ്കാരം. നമുക്ക് ഇന്ന് കത്ത് വന്നിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. ശ്രീനിവാസനാണ് കത്ത് അയച്ചിരിക്കുന്നത്. പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ജ്യോതിഷ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നന്ദി. മകൾക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവണം. അതെ, ഉറപ്പായിട്ടും. ഇപ്പം കത്ത് അയച്ചിരിക്കുന്നത് മകൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കത്ത് അയച്ചിരിക്കുന്നത്. വിവാഹം നോക്കുന്നുണ്ട്, ഒന്നും പക്ഷെ ശരിയാവുന്നില്ല. 7-ൽ രാഹു ദോഷം ഉണ്ടെന്ന് പറയുന്നു. എന്താണ് തടസ്സങ്ങൾ? പരിഹാരം കൂടി ഒന്ന് നിർദ്ദേശിക്കുമല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ശുഭഗ്രഹദൃഷ്ടിയില്ലാതെ ജനിച്ച ലഗ്നത്തിൻ്റെ 7-ാം രാശിയിൽ രാഹു അല്ലെങ്കിൽ സർപ്പം നിൽക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക്, അത് ജാതിമത ഭേദമന്യേ ആ 7-ലെ രാഹു നമുക്ക് തരുന്ന വിഭവങ്ങൾ അനുഭവത്തിൽ വരുത്തുന്നത് മതം, ജാതി, ഉപജാതി, വർഗം, വർണ്ണം, ഗോത്രം, അതുപോലെ തന്നെ പ്രായം, സംസ്കാരം, ശാരീരിക രൂപലാവണ്യം, സൗന്ദര്യം, പഠിത്തം, ജോലി, കുടുംബക്കാർ തമ്മിലുള്ള യോജിപ്പ്, പാരമ്പര്യം, കൾച്ചർ, ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഏകീകരിച്ചെങ്കിൽ മാത്രമേ ഒരു യൂണിയനായി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പ്രശ്നങ്ങൾ ഇല്ലാത്ത മനുഷ്യനില്ല. പ്രശ്നങ്ങൾ ഏകോപിപ്പിച്ചു പോകുവാൻ ഇത്തരം കാര്യങ്ങൾക്ക് അതീതമായ ഒരു കെട്ടുറപ്പുണ്ടാവണം. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നേരെ നോക്കി അത് ക്ലിയർ ചെയ്ത് പോകണം. ഇത് രണ്ടും അല്ലാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഒന്നാമത് 7-ൽ രാഹു ഉണ്ടെങ്കിൽ ജാതിയോ മതമോ കുടുംബ പാരമ്പര്യമോ കൾച്ചറോ അല്ലെങ്കിൽ ഹൈറ്റോ വെയ്റ്റോ പഠിത്തമോ ജോലിയോ സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ ആക്റ്റീവോ വൈകാരിക പ്രകടനങ്ങളോ തുല്യതയിലേക്ക് വരാനോ ഏകോപിച്ച് പോകാനോ ബുദ്ധിമുട്ടുള്ള കേസുകെട്ടുകളെ വരത്തുള്ളൂ. അതുകൊണ്ടാണ് 7-ൽ രാഹു ഉള്ളവർക്ക് കല്യാണം നീണ്ടുപോകുന്നത്. ഇതൊന്നും നോക്കാതെ തന്നെ ഏറെക്കുറെ ഒത്തിണങ്ങി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ആലോചനകൾ തുടങ്ങും. ആലോചനകൾ തുടങ്ങുമ്പം പഠിത്തമോ ജോലിയോ സൗന്ദര്യമോ ആരോഗ്യമോ ഒക്കെ അനുസരിച്ച് പലപ്പോഴും ഒത്തിണങ്ങി വരുത്തുകയല്ല. അതാണ് രാഹുവും കേതുവും ശനിയും ഗുളികനും ഇങ്ങനെയൊക്കെയുള്ള സൂര്യനും ഒക്കെ പാപഗ്രഹങ്ങൾ എന്നാൽ അത് രാഹുവിന് ഇങ്ങനൊരു പ്രത്യേകത കൂടുതലുണ്ട്. അപ്പോൾ അത് അനുസരിച്ച് 7-ൽ രാഹു തന്നെയുള്ള ഒരു ബന്ധം കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം ആ മാച്ചിങ്ങിൽ 7 രാഹുവുള്ള ഒരു പ്രപ്പോസൽസ്, ഇപ്പം ഈ കല്യാണ ബോക്കോടോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ ധാരാളമുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഈ രാഹു തന്നെയുള്ള ബന്ധം ആലോചിച്ചാൽ മതി എന്നങ്ങ് വെക്കണം. അങ്ങനെ വരുമ്പം വളരെ എളുപ്പമാണ്. കാരണം ഗ്രഹനിലപ്രകാരമുള്ള മാച്ചിങ് ഉണ്ട് എന്ന് ബോധ്യം വരികയും ഇവർ തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ പരസ്പരം അന്ന് തന്നെ കാണുന്ന മുറയ്ക്ക് തന്നെ അത് തീർത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. കല്യാണം കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞോ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞോ അല്ലെ കുറച്ച് കഴിഞ്ഞോ അല്ല ഇന്ന മതമാണ്, ഇന്ന ജാതിയാണ്, ഇന്ന പ്രായമാണ്, സർട്ടിഫിക്കറ്റ് നോക്കിയപ്പം 5 വയസ്സ് എളുപ്പമാണ്, ഗൾഫിൽ പോകാൻ വേണ്ടി കൂട്ടി വെച്ചു അല്ലെ കുറച്ച് വെച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ വെപ്പുമല്ല, അല്ലെങ്കിൽ എല്ല് മുകളിൽ കമ്പി ഇട്ടിരിക്കുകയാണ്. ഇതൊന്നും വേണ്ട. ഇതൊക്കെ നേരത്തെ തന്നെ സംസാരിച്ച് ഈക്വലൈസ് ചെയ്ത് ആ ധാരണയായിട്ട് മുന്നോട്ടങ്ങ് പോവുകയാണെങ്കിൽ വേറെ നമുക്ക് സംശയം വരുന്നില്ല. എനിക്ക് ഇന്ന പോലെയുള്ള ഗുണങ്ങൾ, ഇന്ന പോലെയുള്ള ദോഷങ്ങളുണ്ട്, എനിക്കും ഇന്ന പോലെയുണ്ട്. ഇത് കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ മതിയല്ലോ എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അതിന് നല്ലത് 7-ൽ രാഹുവുള്ള ഒരു പ്രപ്പോസൽ തന്നെ എടുക്കുക. അപ്പം മിക്കവാറും സംസ്കാരവും പാരമ്പര്യവും ബ്ലഡ് ഗ്രൂപ്പുകളും വശ്യം, ആകർഷണം, രാശിപ്പൊരുത്തം, രാശിയാധിപപ്പൊരുത്തം, ഗണപ്പൊരുത്തം, ഇതൊക്കെ ഏറെക്കുറെ ഒത്തും കിട്ടും. ഇത് ഒത്തിണങ്ങി ഇനി കിട്ടാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേര് നക്ഷത്രം വെച്ച് സർപ്പബലി എന്ന് പറയുന്ന കർമ്മമുണ്ട്. അത് 3-4 ടൈപ്പിലുണ്ട്. ക്ഷേത്രത്തിൽ ചെയ്യാവുന്നുണ്ട്, അല്ലാതെ ചെയ്യാവുന്നുണ്ട്. ഇത് ചെയ്ത് കഴിയുമ്പം ഈ രാഹു എന്ന് പറയുന്ന നിഴലാണ് രാഹു. അങ്ങനെ ഒരു ഗ്രഹം നമുക്ക് തൊട്ടറിയുന്ന എടുക്കാനില്ല. ആ രാഹുവിന് സംപ്രീതമാകുകയും ആ 7-ാം ഭാവത്തിലെ ഇണജീവിതത്തിൻ്റെ വിഷാംശം പൊരുത്തമില്ലായ്മ മാറ്റിത്തരികയും ഏറെക്കുറെ ഒരു
90% ഇണക്കമുള്ളത് നമുക്ക് മുന്നോട്ട് വരികയും ചെയ്യും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ വിവാഹത്തിന് പറ്റിയ ഒരു കാലമാണ്. പ്രത്യേകിച്ച് മൂലം നക്ഷത്രം, പൂരാട നക്ഷത്രം, ഉത്രാട നക്ഷത്രം, ഈ നക്ഷത്രത്തിൽപ്പെട്ട ധനുരാശിക്കാർക്ക് ഏറെക്കുറെ ഈ വർഷം വിവാഹത്തിന് ഏറ്റവും സൂട്ടബിളാണ്. ചെറിയ ചെറിയ പൊരുത്തക്കേടുകൾ ഉണ്ടാവുമെങ്കിലും കല്യാണം, വീട് വെപ്പ്, വസ്തു, വാഹനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കാൻ അനുകൂലമായ ഒരു സന്ദർഭമാണ് ഈ നക്ഷത്രക്കാർക്ക്. ഇങ്ങനെയുള്ള പ്രതിവിധികളും ചെയ്ത് ദോഷകാഠിന്യങ്ങളും മാറ്റുക.